എൻ്റെ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് മരണപ്പെടുന്നത്. അതായത് ഷിർക്കൻ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഷിർക്കാണ് എന്ന ഒരു അടിസ്ഥാന വിവരം മഹദിക്കില്ലായിരുന്നു, അവർക്കില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നാണ് സഹോദരൻ്റെ ചോദ്യം. തീർച്ചയായും പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കണം എന്നതാണ് മറുപടി. കാരണം പ്രത്യക്ഷത്തിൽ മുസ്ലിമായി ജീവിച്ചു, മുസ്ലിമായി തന്നെ ഇവിടെ നിലകൊണ്ടു, മുസ്ലിമായി തന്നെ മരിക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തിൽ വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ ചില അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാവാം. അത് പല കാരണങ്ങളാൽ, അറിവില്ലായ്മ കൊണ്ട്, മറ്റാരെങ്കിലും പറഞ്ഞു പറ്റിച്ചത് കൊണ്ട്, ഇതാണ് ശരിയെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോൾ ദുർബലന്മാരായ സാധുക്കളായ ആളുകൾ അത് വിശ്വസിച്ച് അവരെ പിന്നാലെ കൂടി ശിർക്ക് ചെയ്ത ആളുകളുണ്ടാവാം, വിദഗ്ധ ചെയ്ത ആളുകളുണ്ടാവാം. അവരൊക്കെ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെ സ്വീകരിക്കുകയും ഖുർആൻ അംഗീകരിക്കുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും നബി അംഗീകരിക്കുകയും ഒക്കെ ചെയ്ത് 5 നേരം നിസ്കരിച്ച് നോമ്പെടുത്ത് ദീനിയായ അടിസ്ഥാന കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് മുസ്ലിമീങ്ങളായി ജീവിച്ച് മരിച്ചവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ, തെറ്റുകൾ, അതിൽ ഹറാമുകൾ ഉണ്ടാകാം, വൻപാപങ്ങളുണ്ടാവാം, ഷിർക്ക് വരെ ഉണ്ടായേക്കാം. അത് അവർ തൗബ ചെയ്ത് മരിച്ചു പോയെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി നമുക്ക് പൊറുക്കലിനെ തേടാം. അതേസമയം ഒരാൾ വ്യക്തമായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നൊരു കാര്യം ചെയ്യുന്നു, ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു, അയാൾ എക്സ് മുസ്ലിം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് തന്നെ ഒഴിവായി പോയിട്ട് അയാൾ പിന്നെ ജീവിക്കുന്നു, എങ്കിലും അയാൾക്ക് ഈ ആനുകൂല്യങ്ങൾക്കൊന്നും വകുപ്പില്ല. അല്ലെങ്കിൽ ഷിർക്കാണ് ഒരു കാര്യമെന്ന് ബോധ്യമായി, ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നും അറിയാം, എന്നിട്ടും ഒരാൾ ഷിർക്ക് ചെയ്യുന്നു, അയാൾക്കും അറിയാം ഇത് ഷിർക്കാണ് എന്ന്, ഷിർക്ക് വൻപാപമാണ് എന്നും അറിയാം, എന്നിട്ടും അയാൾ ഷിർക്ക് ചെയ്യുന്നു, ഞാനിതാണ് ചെയ്യുന്നത്, ഞാൻ ഷിർക്കിൻ്റെ ആളാണ് എന്ന് പ്രഖ്യാപിക്കുന്നു, എങ്കിൽ ഈ ആനുകൂല്യങ്ങൾക്ക് അയാൾക്ക് അവസരമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൊക്കെ ഷിർക്ക് വൻപാപമാണ് എന്നും 7 വൻപാപങ്ങളിൽ 1ാമത്തെ ഷിർക്കാണ് എന്നും ഷിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണ്, സ്വർഗം ഹറാമാണ് എന്നും വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ്. ഷിർക്കിനെ പേടിക്കുന്നവരാണ്, ഷിർക്ക് ചെയ്യാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ ഷിർക്കായ സംഗതിയെ ഷിർക്ക് അല്ലാതാക്കി അവരെ പറഞ്ഞ് വഞ്ചിക്കുകയും ഇവിടെ അറിവില്ലായ്മ കൊണ്ട് അവരതിൽ പെട്ടുപോവുകയുമാണ് ചെയ്തത്. അത് അവർക്കുള്ള ആനുകൂല്യമല്ല. ഒരു പക്ഷേ അവരുടെ ആ ഒരു നിഷ്കളങ്കതയോ അവരുടെ ആ ഒരു അറിവില്ലായ്മയോ ഒക്കെ പരിഗണിച്ചുകൊണ്ട് പടച്ചറബ് പോലെ മാപ്പ് നൽകാൻ നമുക്കൊരു പക്ഷെ റബ്ബിനോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രം. എന്താണെങ്കിലും മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി വളർന്ന് മുസ്ലിമായി തന്നെ മരിച്ചുപോയ ആളുകൾ, അഹ്ലുൽ ഖിബ്ല, ഈ ഖിബ്ല അംഗീകരിക്കുന്ന ആളുകളെ നമ്മൾ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി കണക്കാക്കുന്നു. മുസ്ലിമുകൾക്കുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്, എല്ലാ അധികാരങ്ങളും അവർക്കുണ്ട്. അത് വകവെച്ച് കൊടുക്കുന്നു. അവർ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, അവർ നിസ്കരിക്കുന്നു, മറമാടുന്നു, അവരുടെ സ്വത്ത്, മുസ്ലിമീങ്ങളെ സ്വത്ത് ഓഹരി വെക്കുന്ന പോലെ ഓഹരി വെക്കുന്നു, മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനം അവരെ മറവ് ചെയ്യുന്നു, അവരെ മക്കളെ വിവാഹം കഴിക്കുന്നു, അവർക്ക് മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളായി അവർ ജീവിക്കുന്നത് കൊണ്ട് മുസ്ലിമീങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും അവർക്കും വകവെച്ച് കൊടുക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയൊക്കെ നമുക്ക് തീർച്ചയായും പ്രാർത്ഥിക്കാം. അത് പാടില്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ തെളിവുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു അഅലം.